ഹലോ വെൽക്കം ബാക്ക് ടു എം ഇ മലബാർ. ഇന്ന് നമുക്ക് ഒരു ക്യാപ്പിച്ചീനോ തയ്യാറാക്കിയെടുക്കാം. കഫ്റ്റീരിയയിലേക്ക് കിട്ടുന്ന അതേ ക്യാപ്പിച്ചീനോൻ്റെ ടേസ്റ്റോട് കൂടിയിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു 4 കപ്പ് കോഫി തയ്യാറാക്കുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ കോഫി പൗഡർ നമുക്ക് ആവശ്യമുണ്ട്. ഈ ബ്രൂ ഇൻസ്റ്റൻറ്റിൻ്റെ 5 രൂപയുടെ പാക്ക് നമുക്ക് കിട്ടും. ആ 5 രൂപയുടെ പാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 കപ്പ് കോഫി വരെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 5 ടീസ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കോഫി എടുക്കുന്നതിൻ്റെ അളവിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പഞ്ചസാര എടുക്കണം. ഡബിൾ ക്വാണ്ടിറ്റി പ്ലസ് 1 ടീസ്പൂണ് എക്സ്ട്രാ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പഞ്ചസാരയും കോഫി പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ടീസ്പൂണിൽ തന്നെ 1 ടീസ്പൂൺ വെള്ളം നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം 1 ടീസ്പൂൺ തന്നെ ചേർക്കണം. സാധാ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനിയിപ്പോൾ ഈ 1 ടീസ്പൂണിന് പകരം നിങ്ങൾക്ക് പാലും ചേർക്കാം. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങണം. ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് എത്ര ടൈം വേണമെന്ന് ഞാൻ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞു തരാം. ഇത് ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ നമുക്കിത് ബീറ്റായി കിട്ടാൻ ഒരു 30 സെക്കൻഡൊക്കെ മതിയാകും. പിന്നെ നമ്മൾ സ്പൂണിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ചധികം ടൈം എടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്തത് അധികമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് ശരിയായിക്കോളും. പിന്നൊരു കാര്യം, നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം. ബ്രൂ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നെസ്കഫേ ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയാലും നമുക്ക് ഇതുപോലെ അങ്ങ് ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ സാധാ കോഫി പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്പിച്ചീനോ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ക്രീമി ആയിട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ മുന്നേ വീഡിയോ ഒക്കെ കണ്ടിട്ട് സാധാ കോഫി പൗഡറൊക്കെ ഉണ്ടാക്കി ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയായിട്ടില്ല. ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ വേണം. അപ്പോൾ 1 മിനിറ്റോളം നമ്മൾ ഇതിലിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇപ്പോൾ ഒരു ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട് ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുപോലൊരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇതിന് എത്ര ടൈം എടുത്തുവെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. പിന്നെ സാധാരണ ക്യാപ്പിച്ചീനോ ഒക്കെ തയ്യാറാക്കാറ് മിൽക്ക് ക്രീം യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ അത് നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അധികം ചിലവൊന്നുമില്ലല്ലോ. ടേസ്റ്റ് വൈസ് വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്രീമി ആയതിനു ശേഷം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ അലിഞ്ഞു പോകാത്ത പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു പൊക്കോളും. അതിനാണ് നമ്മൾ നന്നായിട്ട് ക്രീം ആയതിനു ശേഷം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര ഡിസോൾവ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ചൂട് പാലിലേക്ക് ഒഴിക്കുമ്പോൾ അതങ്ങ് ഡിസോൾവ് ആയി പൊക്കോളും. അപ്പോൾ ഇത് ക്രീമി ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് 6 മിനിറ്റ് എടുക്കേണ്ടി വന്നു. അത് നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന സ്പീഡിനനുസരിച്ചിട്ട് വാരി ചെയ്തിരിക്കും. അല്ലാതെ 3 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ഒന്നും നമുക്കൊരിക്കലും ഇങ്ങനെ ക്രീമി ആയിട്ട് കിട്ടില്ല. പിന്നെ ഇതുപോലുള്ളൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ കുഴിയുള്ളൊരു ബൗളോ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരന്ന ബൗളൊന്നും എടുക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബീറ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ക്യാപ്പിച്ചീനോ സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഒരു 2 ടീസ്പൂണോളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ക്രീം നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് ഒരു 1 വീക്ക് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഹൈറ്റിൽ അങ്ങ്
ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല പതപതയായിട്ട് മുകളിൽ അങ്ങ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാപ്പുച്ചീനോ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ആ ക്രീം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ക്യാപ്പുച്ചീനോ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, നന്നായിട്ട് പൊങ്ങി നിൽക്കാനായിട്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം കോഫി പൗഡർ ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താലും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാപ്പുച്ചീനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്